സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടത് വൻ വിവാദമായി. സർക്കാരിന്റെ മലക്കം മറിച്ചിലിൽ ഘടകകക്ഷികൾ തന്നെ പല തട്ടുകളിലായി. നാടകീയ നീക്കത്തിൽ വെട്ടിലായത് CPI ആണ്. പ്രതിഷേധ സമരങ്ങൾ ഒരു വഴിക്കും ചർച്ചകൾ മറ്റൊരു വഴിക്കും തുടരുന്നു. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് പോയ സ്വകാര്യ AC ബസ് ബൈക്കിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. മലയാളികൾ ഉള്ളതായി ഇതുവരെ സൂചനയില്ല. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണത്തിനു ശേഷം സ്വർണം പൊതിഞ്ഞ മേൽക്കൂരയും അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഇളക്കി മാറ്റി ചെമ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ശബരിമലയിലെ ശ്രീകോവിലും അനുബന്ധ നിർമ്മിതികളും ചോർച്ചയും പഴക്കവും ഉൾപ്പെടെ അതീവ കെടുകാര്യസ്ഥതയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചങ്ങനാശ്ശേരിയിൽ 2 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വീട് മുരാരി ബാബു പണിതതിൻ്റെ സ്രോതസ്സും അന്വേഷണ സംഘം തിരയുന്നു. തേക്കുതടി ക്ഷേത്രാവശ്യത്തിനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയെന്നാണ് സൂചനകൾ. തലസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടം. ജനജീവിതം സ്തംഭിച്ചു. പേപ്പാറ, അരുവിക്കര, നെയ്യാർ ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും നിരോധിച്ചു. തകരാറിലായ റോഡുകളിലൂടെയുള്ള യാത്ര ദുരിതത്തിലായി. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തലസ്ഥാനത്ത് 3 പേർക്കും തൃശൂരിൽ ഒരാൾക്കും കൂടി ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് കല്ലറ, മഹാദേവപുരം, കാഞ്ഞിരംകുളം ഭാഗത്തും തൃശൂരിൽ കട്ടാക്കമ്പാലുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടിരിക്കുന്നത്. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാഷ്ട്രപതി കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തായിരുന്നു മടക്കം. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആരോഗ്യ ഇൻഷുറൻസ് മെഡിസെപ്പിന്റെ പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം ആസൂത്രിതമായ കൊള്ളയാണെന്ന് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ പറഞ്ഞു. എല്ലാ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും നിശബ്ദമായിരിക്കുന്ന ഇടതു സംഘടനകളുടെ നിലപാടില്ലായ്മയും രൂക്ഷമായ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. മറ്റ് സർക്കാർ സംവിധാനങ്ങളിലേതുപോലെ കലാമണ്ഡലത്തിലും 10 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഒഴികെ മറ്റു ജീവനക്കാരിൽ ആർക്കും ഒട്ടും കാര്യക്ഷമതയില്ല എന്ന് ചാൻസലർ മല്ലിക സാരാഭായി തുറന്നു പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വത്തുവിവരം വെളിപ്പെടുത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട PS പ്രശാന്ത് പിന്നെ CPM-ൽ ചേരുകയായിരുന്നു. CPI-യിൽ നിന്ന് രാജിവെച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും മുൻ സംസ്ഥാന കൗൺസിൽ അംഗവുമായ മീനാങ്കൽ കുമാർ കോൺഗ്രസിൽ ചേർന്നു. അംഗങ്ങൾക്ക് 160 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 28-ന് നടക്കുമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ പാലക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ലത്താണ് കൂടുതൽ പേർ പദ്ധതിക്ക് അർഹരാകുന്നത്, 18 പേർ. മോഹൻലാലിന്റെ പക്കലുള്ള ആനക്കൊമ്പുകൾക്കും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കൾക്കും ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് നൽകിയതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. അഭിജിത്ത് ഫൗണ്ടേഷന്റെയും നിംസ് മെഡിസിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മനസ്സ് സൗജന്യ കൗൺസിലിംഗ് സെന്റർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഭിജിത്ത് ഫൗണ്ടേഷന്റെയും മെഡിസിറ്റിയുടെയും ഇത്തരം പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി കൃഷ്ണകുമാറിനെ അദ്ദേഹം അഭിനന്ദിച്ചു.
പരസ്യരംഗത്തെ സൂപ്പർ സ്റ്റാർ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. 1982 27 വയസ്സുള്ളപ്പോൾ മുതൽ മെഗാ ബ്രാൻഡുകളുടെ പരസ്യ താരമായ പീയൂഷ് പാണ്ഡെയ്ക്ക് 70 വയസ്സായിരുന്നു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.